ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തോ? നമ്മൾ പറഞ്ഞ എല്ലാ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ? സാധിച്ചില്ലെങ്കിൽ സാധിക്കണം, അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇതിൽ കുറച്ച് നമുക്ക് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 ഡേയ്സ് കൊണ്ട് ഹോട്ട് ടോപ്പിക്സും ബാക്കിയുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് പഠിച്ചെത്താനായിട്ട് സാധിക്കില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിലിംസ് പാസ്സായിട്ടുള്ള ആളുകളാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഒരു 1-2 എക്സാംസ് നമ്മൾ എഴുതി, സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതി, അതിന് മുമ്പ് LDC എഴുതിയവരായിരിക്കുമല്ലോ 75% ആളുകളും. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ടോപ്പിക്സാണ്. നമ്മളെ സംബന്ധിച്ച് ഇനി സമയമില്ല. അതുകൊണ്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്, അല്ലേ? വേറൊരാൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തില്ല. മാക്സിമം ടൈം ഈ ഒരു 30 ഡേയ്സ് മാത്രമല്ലേ വേണ്ടൂ. ആ ഒരു 30 ഡേയ്സ് നിങ്ങൾ മാക്സിമം ടൈം കണ്ടെത്തുക. 5 മിനിറ്റ് ഇടയ്ക്ക് വീണ് കിട്ടുകയാണെങ്കിൽ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡേ 2 ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഡേ 2-ൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. 2-ലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. ആദ്യം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇത്രയും ഭാഗം പഠിച്ചു തീർത്തതിന് ശേഷം ഹോട്ട് ടോപ്പിക്കിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാമല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് അടങ്ങുന്ന ഭാഗത്തിന് 50 മാർക്കാണ്, അല്ലേ? അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. GK എന്ന് പറയുമ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അത് എവിടെ നിന്നൊക്കെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഹോട്ട് ടോപ്പിക്കിലേക്ക് വരിക കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഡേ 2-ൽ പഠിക്കാനുള്ളത് നോക്കാം. മാത്സിൽ ഭിന്നസംഖ്യകൾ എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഴ്സ് എന്താണോ അത്. ഓക്കെ, ഏത് സോഴ്സ് ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ച് തീർക്കുക. അതിൻ്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻസ്, ഡിവിഷൻ പാർട്ട് എല്ലാം ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പഠിച്ചു തീർക്കുക. അതിൻ്റെ PYQസും നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിക് ടേൺ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനലിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള PYQ സാറ് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നാലെ അതിൻ്റെ ആൻസർ കീയും കിട്ടും. അപ്പോൾ അത് ചെയ്ത് നോക്കാം കേട്ടോ. അത് സാറിൻ്റെ ചാനലിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ്സ്, ജെറൻസ്. അപ്പോൾ അത് റാങ്ക് ഫയൽ കയ്യിലുണ്ടാവുമല്ലോ, അത് നോക്കി പഠിക്കുക. അതിൻ്റെ മാത്രം PYQs കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് മലയാളമാണ്. മലയാളത്തിൽ പഴഞ്ചൊല്ലുകൾ പഠിക്കുക. അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന PYQs കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ഇല്ലെങ്കിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനലുണ്ട്. അതിലൊക്കെ ഒരുപാട് PYQസും ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോഴ്സ് ഏതൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആവുന്ന എല്ലാ സോഴ്സും മാക്സിമം നമ്മൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രം. CA കറണ്ട് അഫെയർ ഫെബ്രുവരി 2025 ആണ് പഠിക്കേണ്ടത്. ജനുവരി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണുമല്ലോ. അപ്പോൾ ഫെബ്രുവരി 2025 ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർ എടുത്ത് പഠിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. PSC ബുള്ളറ്റിനിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. PSC ബുള്ളറ്റിൽ നിന്നാണ് മാക്സിമം ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ PSC ബുള്ളറ്റിൻ്റെ 2 വോളിയം ഉണ്ട് ഫെബ്രുവരിയിലുള്ളത്. അപ്പോൾ ആ 2 വോളിയവും നിങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കി പഠിക്കുക. ഇനിയും PSC ബുള്ളറ്റിൻ്റെ തന്നെ വീഡിയോ ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ടോപ്പിക്ക് കവർ ചെയ്യാം, ആ സോഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേരള ചരിത്രമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇന്ത്യ ചരിത്രം. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏറ്റവും ആവർത്തിച്ച് വരുന്ന ടോപ്പിക്ക് അതാണ് ഹോട്ട് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, 1857 വിപ്ലവങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ, അതൊക്കെ നയിച്ചത് ആരാണ്, അങ്ങനത്തെ പോയിന്റ്സുകളൊക്കെയാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. പിന്നെ INC എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എല്ലാ വർഷവും അതിൻ്റെ അധ്യക്ഷനാരാ, ആ ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും പഠിക്കേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കറിയാമല്ലോ, അത് മാത്രം പഠിക്കുക. അതിൻ്റെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, തീരുമാനങ്ങൾ എന്തെങ്കിലും പുതിയത് വന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തും കൂടി വെച്ചേക്കാം. ക്ലാസ് 10 ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ എല്ലാ വിപ്ലവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങളതിൽ ഫ്രഞ്ച് വിപ്ലവം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടതുള്ളൂ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ സോഴ്സ് ആണെങ്കിൽ ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഡേ 2-ൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, വേറെ നമുക്ക് വഴിയില്ല. അപ്പോൾ ടോപ്പിക്സ് അധികമാണെന്നോ ഒന്നും പറയണ്ട, ഇത് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ഭാഗം പഠിച്ചിട്ട് എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് തന്നെ റിവൈസ് ചെയ്യുക കേട്ടോ. ഈ ടോപ്പിക് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നതിലും നല്ലത് അതായിരിക്കും. ലാബ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടിയിട്ട് നമ്മളുടെ ചാനലൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് മെയിൻസ് ഇത്ര മാർക്സ് നമുക്ക് അവൈലബിൾ ആയി, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. PSCയുടെ ഡിലീഷൻസും ഫൈനൽ കീയും ഒക്കെ വന്നതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് എത്ര കട്ട് ഓഫ് വരും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ള എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അന്ന് നമുക്ക് ഈ ഒരു അവസ്ഥ വരാതെ എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എക്സാം എഴുതാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താനായിട്ട് വിട്ടുപോകണ്ട. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.